പ്രിയമുള്ളവരെ, ഈ അടുത്ത സമയത്ത് കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പി. തട്ടിക്കൊണ്ടുപോയ സംസ്ഥാനത്തെ നേതാക്കന്മാരെ കുറിച്ചൊക്കെ ബി.ജെ.പി. വിലയിരുത്തുന്നത് അവരൊക്കെ എന്തോ വലിയ പുള്ളികളാണെന്നാണ്. പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അതൊരു തമാശയായിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിലെ പോലെ വളരെ സന്തോഷത്തോടു കൂടി ബി.ജെ.പിക്ക് കോൺഗ്രസ് കൊടുത്ത സമ്മാനങ്ങളാണ്, ആ ദുരിതം ബി.ജെ.പി. ഏറ്റെടുത്തുള്ളോട്ടെ എന്ന സന്തോഷത്തോട് കൂടിക്കൊടുത്ത ദുരിതങ്ങളാണ് ഈ ജൂനിയർ മാൻഡ്രേക്കുകൾ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഏറ്റവും ആദ്യത്തെ പേര് അനിൽ ആൻ്റണിയാണ്, പിന്നെ ഒന്ന് പത്മജ വേണുഗോപാലാണ്, അടുത്ത ഒരാൾ അബ്ദുള്ള കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വരവ് തന്നെ CPM, പിന്നെ കോൺഗ്രസ്, പിന്നെ BJP എന്ന രീതിയിലായിരുന്നു. ഈ മൂന്ന് മാൻഡ്രേക്കുകളെയും വളരെ സന്തോഷത്തോടു കൂടിയാണ് കോൺഗ്രസ് കൊടുത്തത്. BJP അതിൻ്റെ ഒരു ദുരന്ത ഫലം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്, ആ മാൻഡ്രേക്കുകളെ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങിയത് കൊണ്ട് എന്നാണ് സമകാലിക രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും ഈ പത്മജ വേണുഗോപാലിൻ്റെയും അനിൽ ആൻ്റണിയുടെയും ഒരു വില എന്ന് പറയുന്നത്, BJP ഇട്ട വില എന്ന് പറയുന്നത് അവർ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ആയിരുന്നു എന്നതാണ്. ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ കുറ്റം പറയുന്നുവെങ്കിലും അല്ലാതൊരു ബേസും അനിൽ ആൻ്റണിക്കോ പത്മജ വേണുഗോപാലിനോ ഇല്ല. ഒരു വാക്ക് സംസാരിച്ചാൽ അതിൽ 100 തെറ്റ് വരുത്തുന്ന ആളാണ് അനിൽ ആൻ്റണി. അതുപോലെ പത്മജ വേണുഗോപാലിന് 2 വാക്ക് നേരെ നിന്ന് മൈക്കിന് മുന്നിൽ സംസാരിക്കാൻ അറിയില്ല. രാഷ്ട്രീയ വിശദീകരണങ്ങളോ വിശകലനങ്ങളോ ഒന്നും നടത്തുവാനും അറിയില്ല. അവർക്കുള്ള വില, അല്ലെങ്കിൽ അവരെ കേരള രാഷ്ട്രീയ സമൂഹം കാണുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ എന്ന രീതിയിലാണ്. AK ആൻ്റണിയുടെ മകൻ AK ആൻ്റണി കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു. അതായത് UPM മന്ത്രിസഭയിൽ മൻമോഹൻ സിംഗ് കഴിഞ്ഞാൽ രണ്ടാമനായ ഒരാളുടെ മകൻ എന്ന രീതിയിലാണ് അനിൽ ആൻ്റണിക്ക് BJP വിലയിട്ടത്. അതുപോലെ പത്മജ വേണുഗോപാലിനും സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവിൻ്റെ മകൾ എന്ന രീതിയിലാണ്. ഇപ്പോൾ കോൺഗ്രസിനെ തെറി പറഞ്ഞാലും, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കഴിവുകെട്ടവനാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചാലും കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യത്തിന് അപ്പുറം അവർക്ക് എന്തെങ്കിലും വിലയുണ്ട് എന്ന് തോന്നുന്നില്ല. അതായത് കോൺഗ്രസ് കൊടുത്ത പിച്ചയാണ് അവരുടെ രാഷ്ട്രീയം എന്നതാണ് യാഥാർത്ഥ്യം. അതായത് കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാരായിരുന്ന പിതാക്കന്മാരുടെ പാരമ്പര്യം വിറ്റാണ്, അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിന് വില പേശിയിട്ടാണ് ഈ അനിൽ ആൻ്റണി ആയാലും ഒപ്പം പത്മജ വേണുഗോപാലും BJP എത്തിയത് എന്നതാണ് വാസ്തവം. ഇനി അവർ BJP എത്തിയതിനു ശേഷമുള്ള ഇലക്ഷൻ റിസൾട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ രണ്ടും പാഴുകളാണ് എന്നാണ് വ്യക്തം. അതായത് തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം BJP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിയമസഭയിലേക്ക് സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ തൃശ്ശൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ BJPക്ക് ഏകദേശം 40,000-ൽ പരം വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2026-ൽ അവിടെ പത്മജ വേണുഗോപാൽ മത്സരിക്കുമ്പോൾ 28,000 വോട്ടായി കുറയുന്നുണ്ട്. അതായത് BJPക്ക് 14,000 വോട്ട് തൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കുറച്ചു കൊടുക്കുവാൻ അവിടെ പത്മജ വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പത്മജ വേണുഗോപാൽ ജൂനിയർ മാൻഡ്രേക്കായിരുന്നു. കോൺഗ്രസ് വളരെ സന്തോഷത്തോടു കൂടി കൊടുത്താണ്. കാരണം കോൺഗ്രസ് ഏത് കുറ്റിച്ചൂലിനെയും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചാൽ വിജയിക്കുന്ന മുകുന്ദപുരം പോലുള്ളൊരു സ്ഥലത്ത് പത്മജ വേണുഗോപാലിനെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയിട്ട് തോറ്റ ആളാണ്. ആ പത്മജ വേണുഗോപാലിനെ സന്തോഷപൂർവ്വം BJP ഏറ്റുവാങ്ങി തൃശ്ശൂരിൽ കൊണ്ട് മത്സരിപ്പിച്ചു. അവിടെ 14,000-ൽ പരം വോട്ടുകൾ കുറച്ചു കൊടുത്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ അനിൽ ആൻ്റണിയുടെയും ഒരു സ്ഥിതിവിശേഷം. അദ്ദേഹം 2019-ൽ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ വാങ്ങിച്ചതിനേക്കാൾ 40,000 വോട്ട് കുറച്ചാണ് അദ്ദേഹം 2024-ൽ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയാകുമ്പോൾ വാങ്ങിക്കുന്നത്. അതായത് അവിടെയും BJPക്ക് അദ്ദേഹം 40,000 വോട്ടുകൾ കുറച്ചു കൊടുത്തു. അതായത് ഈ കോൺഗ്രസിൻ്റെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെയും മക്കൾ BJPയിൽ വന്നതുകൊണ്ട് BJPക്ക് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല, മാൻഡ്രേക്കളായ അവർ അവരുടെ നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച് BJP കഴിഞ്ഞ തവണ വാങ്ങിച്ചതിനേക്കാൾ 14,000 വോട്ട് തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലും 40,000 വോട്ട് ലോക്സഭയിൽ പത്തനംതിട്ടയിൽ നിന്ന് നമ്മുടെ അനിൽ ആൻ്റണിയും കുറയ്ക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു മാൻഡ്രേക്ക് എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ അബ്ദുള്ള കുട്ടിയാണ്. അബ്ദുള്ള കുട്ടി വന്നത് തന്നെ നമുക്കറിയാം CPM വഴിയാണ്. 1999-ൽ അദ്ദേഹം കണ്ണൂർ ലോക്സഭയിൽ നിന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തി ലോക്സഭയിൽ എത്തുമ്പോൾ അന്ന് പത്രങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് അത്ഭുതക്കുട്ടി എന്നാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളും ലോക്സഭയിലെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ചാതുര്യമൊക്കെ കാണുമ്പോൾ എന്തർത്ഥത്തിലാണ് അങ്ങേരെ അത്ഭുതക്കുട്ടി എന്ന് വിളിച്ചത് എന്നെനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. കാരണം അത്രമേൽ പ്രസംഗ പാഠവുമൊന്നുമില്ലാത്ത, വളരെ അപക്വമായി സംസാരിക്കുന്ന, മയക്ക് കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം അദ്ദേഹത്തിന് എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുവാൻ രാഷ്ട്രീയത്തിൽ കഴിയുമെന്ന് എനിക്ക് അന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കാലുമാറ്റവും കോലുമാറ്റവും ഒക്കെ അത്ഭുതകരമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം മുസ്ലിം എന്നൊരു പരിഗണനയാണ് CPMൽ അന്ന് കിട്ടിയത്. അദ്ദേഹം 29-ാമത്തെ വയസ്സിലാണ്
MP ആകുന്നത്. അന്ന് ആ സമയത്ത് മുസ്ലിം സമുദായം CPMുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകൾ ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ അന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ വടക്കൻ മലബാറിലെ മുസ്ലിങ്ങൾ CPMന്റെ ഭാഗമാകുന്നതിന് മടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMലെത്തിയ അന്ന് SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന അബ്ദുള്ളക്കുട്ടിക്ക് സീറ്റ് കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് അദ്ദേഹം മതം ഒരു പരിഗണനയായി CPMന്റെ MP ആയ ഒരാളാണ്. അതേ തന്ത്രം തന്നെയാണ് അദ്ദേഹം കോൺഗ്രസിന് പ്രയോഗിക്കുന്നത്. തന്നെ നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല, ഹജ്ജ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, മയ്യത്ത് നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം CPM വിട്ട് കോൺഗ്രസ്സിലെത്തുന്നത്. പിന്നീട് അദ്ദേഹം BJPയിൽ എത്തി. BJPയിലോടും ഇങ്ങനെ കുറച്ച് ഗിമിക്കുകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ആ സമുദായത്തെ തന്നെ ജിഹാദികളെന്നൊക്കെ വിളിച്ച് ഇങ്ങനെ അന്നം തേടുന്നു എന്നതിനപ്പുറം അദ്ദേഹത്തിനും എന്തെങ്കിലും രാഷ്ട്രീയ പക്വത ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹവും ഈ ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിൻ്റെ ആളാണ്. ഒപ്പം അദ്ദേഹവും നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് വളരെ സന്തോഷപൂർവ്വം BJPക്ക് സമ്മാനിച്ച ഒരു മാൻഡ്രേക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി VD സതീശനെ അദ്ദേഹം പൂക്കിയല്ല പോക്കിരി മുഖ്യമന്ത്രിയാണെന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ VD സതീശനൊക്കെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. പക്ഷേ രാഷ്ട്രീയ നിലപാടുകളുടെ 7 അയലത്ത് പോലും പോകാത്ത ആളാണ് നമ്മുടെ ഈ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന വയറ്റിപ്പിഴപ്പ് കുട്ടി എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതാണ്. പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് എന്ത് ആദർശമാണുള്ളത് എന്ന് തോന്നുന്നു. ഊമ്പുമ്പോൾ അങ്ങോട്ട് ഉറിഞ്ചുമ്പോൾ ഇങ്ങോട്ട് എന്ന് തിരുവനന്തപുരത്തൊരു ചൊല്ലുണ്ട്. അതായത് എങ്ങോട്ട് വേണമെങ്കിലും അറിയാൻ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ആരോടൊപ്പം നിൽക്കുവാനും തുനിഞ്ഞിറങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രതീകം മാത്രമാണ് നമ്മുടെ അബ്ദുള്ളക്കുട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിനൊന്നും VD സതീശനെ വിമർശിക്കാനൊന്നും യാതൊരു അവകാശവും അധികാരവുമില്ല എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. തൽക്കാലം അദ്ദേഹം BJP വിട്ടു പോകാത്തത് BJPയേക്കാൾ ഇപ്പോൾ പൈസ കൊടുക്കുവാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും രാജ്യത്തിനകത്തില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ BJP അദ്ദേഹത്തെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ മാറ്റിയിട്ടും അദ്ദേഹം BJPയിലേക്ക് നിലനിന്ന് പോകുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് കോൺഗ്രസിൽ പോകാൻ പറ്റില്ല, CPMൽ പോകാൻ പറ്റില്ല. അവിടെ നിന്നൊക്കെ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയതാണ്. ഇനി ലീഗിലേക്ക് പോകാനും പറ്റില്ല. കാരണം ഇന്നലെയും പിന്നഞ്ഞാൽ നമുക്ക് ലീഗിൽ വരുമെന്ന ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ലീഗിലെ അണികളൊക്കെയും സൈബർ ഇടങ്ങൾ അബ്ദുള്ളക്കുട്ടിയെ തെറി വിളിക്കുകയാണ്. അങ്ങോട്ട് കയറിപ്പോകരുതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പോകാൻ വേറെ ഇടമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം BJPയിൽ നിൽക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ്സിലോ CPMലോ ലീഗിലോ ഒക്കെ പോയേനെ. ഇനിയിപ്പോൾ PDPയിലോ SDPയിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. അവിടെ അധികാരവും കിട്ടില്ല, പൈസയും കിട്ടില്ല. അപ്പോൾ തൽക്കാലം പൈസ കിട്ടുന്ന BJPയിലെങ്കിലും നിന്ന് വയറ്റുപിഴച്ച് പോകാം എന്നാണ് നമ്മുടെ അബ്ദുള്ളക്കുട്ടിയുടെ ഒരു വിചാരം എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ തൽക്കാലം BJPയുമായിട്ട് ഇങ്ങനെ സമരസപ്പെട്ടൊക്കെ പോകുന്നത്. എന്തായാലും കോൺഗ്രസിൽ നിന്ന് വലിയ പ്രൗഢിയോടുകൂടി CPM തട്ടിയെടുത്തു എന്ന് അഹങ്കരിക്കുന്ന 3 ആളുകളും അവർ മാൻഡ്രേക്കളായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അവർ മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെയും നേരത്തെ BJP മത്സരിച്ചതിനേക്കാൾ വോട്ട് കുറച്ചേ പിടിച്ചിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. മലപ്പുറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ അബ്ദുള്ളക്കുട്ടിക്കും ഇത് തന്നെയാണ് അവസ്ഥ. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം BJP പിടിച്ചതിനേക്കാൾ വോട്ട് കുറച്ചാണ് മലപ്പുറത്ത് ബൈ ഇലക്ഷനിൽ അവിടെ നിന്ന് മത്സരിച്ചപ്പോൾ പിടിച്ച വോട്ട്. അതായത് ഈ 3 സ്ഥാനാർത്ഥികളും അബ്ദുള്ളക്കുട്ടി ആകട്ടെ, പത്മജ വേണുഗോപാലാകട്ടെ, ഒപ്പം അനിൽ ആന്റണി ആകട്ടെ BJPയിൽ വന്നതുകൊണ്ട് BJPക്കോ അല്ലെങ്കിൽ അവർക്കോ ഉപയോഗമില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്, അല്പസ്വല്പം ധനസഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടാകാം. പക്ഷേ BJPക്ക് അവരെ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. പ്രത്യേകിച്ച് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും അവരുടെ പിതാക്കന്മാരുടെ ഒരു പാരമ്പര്യം, അവരുടെ മഹത്വം വിറ്റ് BJPയിലേക്ക് പോയവരാണ്. പിന്നീട് അവർ കോൺഗ്രസിനെ തെറി വിളിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഇല്ലെങ്കിൽ അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. BJPക്ക് ഒരു പട്ടിയുടെ വില പോലും അനിൽ ആന്റണിക്ക് പത്മജ വേണുഗോപാലിനും കൊടുക്കില്ല. കോൺഗ്രസ് ആണ് അവരുടെ ബേസ്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുടെ മക്കളായതുകൊണ്ടാണ് അവരെ പരിഗണിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും അനിൽ ആന്റണിക്കും പത്മജ വേണുഗോപാലിനും BJP കൊടുക്കില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.